ഒരു പ്രധാന സെലിബ്രിറ്റി മരിച്ചു കഴിയുമ്പോൾ അവരെ ആ വീട്ടിലേക്ക് എത്തുന്ന ആ ചടങ്ങുകൾ അത്യന്തം അവസാനം വരെയും ഒപ്പിയെടുക്കാൻ അടുത്ത ബന്ധുക്കളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ കണ്ണീര് അവർ വാവിട്ട് നിലവിളിക്കുന്ന ആ കണ്ണീര് പകർത്തുവാൻ, വ്യൂസ് ഉണ്ടാക്കുവാൻ, പണം ഉണ്ടാക്കുവാൻ ഒക്കെ നെട്ടോട്ടമോടുന്ന മാധ്യമ പടകൾ ചെന്ന് നിൽക്കുന്നത് ഇവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൻ്റെ നടുവിലായിരിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ദൃശ്യങ്ങൾ പിടിക്കുന്ന ഈ ഒരു രീതി അത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായതാണ്. തൻ്റെ അച്ഛൻ അകാലത്തിൽ വിട പറയുന്ന ആ നിമിഷം, അത് വിശ്വസിക്കാൻ പോലും കഴിയാതിരുന്ന നിമിഷം, തൻ്റെ അച്ഛൻ ഇനി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ തൻ്റെ മകൻ അറിയാതെ പൊട്ടിത്തെറിച്ചു പോവുകയാണ്. ആ മകൻ മാത്രമല്ല, എന്തിനേറെ പറയുന്നു, ആ നിമിഷത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോലും പൊട്ടിത്തെറിച്ചു പോയിരിക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓണർ നൽകാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ആ വലിയ പറമ്പിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം, അതിന് മുന്നിലായി തിങ്ങി നിറഞ്ഞ, ഇതെല്ലാം ദൃശ്യം പകർത്താനായി തിങ്ങി നിറഞ്ഞ ക്യാമറക്കാർ, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ആ വീട്ടിൽ ഇന്നലെ ആ ഒരു സമാധാനപരമായി നടക്കേണ്ട, വളരെ വേദനയോടുകൂടി നടക്കേണ്ട ആ ചടങ്ങ് ഇത്രയും പൊട്ടിത്തെറികളിലൂടെ എത്തിയത്. മാത്രവുമല്ല, എവിടെ എങ്ങനെ പെരുമാറണം, എവിടെ എന്ത് ചെയ്യണം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചിലരെങ്കിലും നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. അതിനും മുഖമടച്ച മറുപടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയത്. അതിരുവിട്ട പെരുമാറ്റത്തിന് പിന്നാലെ സംസ്കാര ചടങ്ങുകൾക്കിടെയുണ്ടായ മറ്റൊരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കോൺഗ്രസ് പ്രവർത്തകൻ ഷാൾ അണിയിക്കാൻ ശ്രമിച്ചതും മുഖ്യമന്ത്രി അത് ശക്തമായി തടഞ്ഞതുമാണ് പുതിയ ചർച്ചാ വിഷയം. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറിയ പ്രവർത്തകനെ പരസ്യമായി നിയന്ത്രിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയെ അനുകൂലിച്ച് വലിയൊരു ജനവിഭാഗം രംഗത്തെത്തിയപ്പോൾ സന്ദർഭത്തിന്റെ അനൗചിത്യം മനസ്സിലാക്കാതെ പെരുമാറുന്ന ആളുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനവുമാണ് ഉയരുന്നത്. സലീം കുമാറുമായി അതീവ ദൃഢമായ ആത്മബന്ധം പുലർത്തിയിരുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വലിയ മാനസിക വിഷമത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഈ സമയത്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ അണിയിക്കാൻ അടുത്തേക്ക് വന്നത്. ഒരു മരണ വീടിന്റെയോ സംസ്കാര ചടങ്ങിന്റെയോ ഗൗരവവും അന്തരീക്ഷവും ഒട്ടും ചിന്തിക്കാതെയുള്ള ഈ പ്രവൃത്തിയെ മുഖ്യമന്ത്രി ഉടൻ തന്നെ എതിർക്കുകയായിരുന്നു. ഷാളു കഴുത്തിലിടാൻ തുടങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം പ്രവർത്തകന്റെ കൈ തട്ടിമാറ്റുകയും അനിഷ്ടത്തോടുകൂടി മുന്നോട്ട് നീങ്ങുകയുമായിരുന്നു. ഇത് വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി. പാർട്ടി സമ്മേളനത്തിനോ സ്വീകരണത്തിനോ വന്നതല്ലെന്ന് ഇനി എന്നാണ് ഈ പ്രവർത്തകർ മനസ്സിലാക്കുക എന്നാണ്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന വിമർശനം. ഒരു മരണ വീട്ടിലേക്ക് മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ വലിയ ഷാളും തൂക്കി കയറി ചെല്ലാൻ ഏത് വിവരദോഷിക്കാണ് തോന്നുക എന്നും മുഖ്യമന്ത്രി അത് നിരസിച്ചത് ഏറ്റവും ഉചിതമായ കാര്യമാണെന്നും ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ബോധമില്ലാത്ത കുറെ അണിയറ പ്രവർത്തകർ പാർട്ടിയുടെ അന്തസ്സ് കെടുത്തുകയാണെന്ന വിമർശനവും ശക്തമാണ്. അതേസമയം ഇത്തരം സന്ദർഭങ്ങളിൽ ജനക്കൂട്ടത്തെയും പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനം ഉണ്ടാക്കേണ്ടിയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ഒരാൾ വലിയൊരു ഷാളും പിടിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുമ്പോൾ അത് തടയാനോ അത് അയാൾ ചെയ്യുന്നത് വിവരദോഷമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനോ അവിടെയുള്ള മറ്റ് നേതാക്കൾക്കോ സുരക്ഷാ ജീവനക്കാർക്കോ സാധിച്ചില്ലേ എന്നാണ് ഇവരുടെ ചോദ്യം. എന്തായാലും ഭരണവീടുകളിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇത്തരം അനൗചിത്യമില്ലാത്ത പെരുമാറ്റങ്ങളും നമ്മുടെ നാട്ടിലെ ആളുകൾ ഇനിയെങ്കിലും തിരുത്തേണ്ടതുണ്ടെന്ന ശക്തമായ സന്ദേശമാണ് ചർച്ചയാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ നിമിഷം കഴിഞ്ഞ ദിവസം ചന്തുവിനെതിരെ, അദ്ദേഹത്തിന്റെ മകനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായി വിമർശനമുണ്ടായി. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ പൊട്ടിത്തെറിച്ച ആ ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നെഞ്ചുപൊട്ടി എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ ചന്തുവിനെ നോക്കി നിൽക്കുന്ന ഒരു നിമിഷമുണ്ട് നിസ്സഹായതയോടുകൂടി. അതെല്ലാമാണ് ചർച്ചയാകുന്നത്. എന്തായാലും ഈ മാധ്യമങ്ങൾ കാണിച്ച അതിരുവിട്ട പെരുമാറ്റവും അതിനോട് സലീം കുമാറിന്റെ മകനും നടനുമായ ചന്തു സലീം കുമാർ പ്രതികരിച്ചതുമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. പിതാവിന്റെ സംസ്കാര ചടങ്ങിനിടെ കുറഞ്ഞതൊരു സ്വസ്ഥതയോ സ്വകാര്യതയോ നൽകാതെ ക്യാമറകളുമായി തള്ളിക്കയറിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചന്തുവിന് രൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്തായാലും നടന്റെ ഭൗതിക ശരീരം വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്.
സലീം കുമാറിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക ലോകവും പൊതുജനങ്ങളും ഒഴുകിയെത്തുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്താനായി ഓൺലൈൻ ചാനലുകളും മറ്റ് ചാനലുകളും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ വൻ തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നു. കുടുംബത്തിന്റെ കടുത്ത ദുഃഖവും പോലും വകവെക്കാതെ പ്രമുഖരെത്തുമ്പോൾ ബൈറ്റുകൾക്കും ദൃശ്യങ്ങൾക്കുമായി മാധ്യമങ്ങൾ മുന്നോട്ടിരച്ചു കയറി അച്ഛന്റെ വേർപാടിൽ ഉള്ളുവിഴുങ്ങി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പോലും വകവെക്കാതെയുള്ള ഈ മാധ്യമക്കൂട്ടത്തിന്റെ ഉന്തും തള്ളും അതിരുകടന്നപ്പോഴാണ് ചന്തു സലീം കുമാർ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത്. മാറി നിൽക്കടോ, ബാക്കിലോട്ട് മാറി നിൽക്ക, എന്താണ് നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്തു ദേഷ്യപ്പെടുന്നതാണ് കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പോലീസും ചേർന്നാണ് മാധ്യമപ്രവർത്തകരെ നിയന്ത്രിച്ചു മാറ്റിയത്. ചന്തുവിനെ പലരും ചേർന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചന്തു സലീം കുമാറിന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. മരണ വീടുകളിൽ പോലും മിനിമം മാന്യത കാണിക്കാത്ത ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും വ്യൂസ് കൂട്ടാനുള്ള വ്യഗ്രതയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ജന്മം നൽകിയ മനുഷ്യന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും സ്വസ്ഥത നൽകാത്ത മാധ്യമങ്ങളുടെ രീതി തികച്ചും അപലപനീയമാണെന്നും ചന്തു പ്രതികരിച്ചത് 100% ശരിയായ കാര്യമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവികാരം. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും അവിടുത്തെ അന്തരീക്ഷം പോലും മനസ്സിലാക്കാതെ ക്യാമറയും മൈക്കുമായി തള്ളിക്കയറുന്ന മാധ്യമങ്ങളുടെ ഈ രീതി കഷ്ടമാണ്. സ്വന്തം അച്ഛന്റെ വേർപാടിന്റെ വേദനയും അതിനൊപ്പം ഉണ്ടായ മാധ്യമ ജനക്കൂട്ട സമ്മർദ്ദവും ഉൾപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ആരായാലും ദേഷ്യപ്പെട്ടു പോകും. അവരെയെങ്കിലും വെറുതെ വിടൂ എന്നിങ്ങനെ പോകുന്നു കമന്റുകളുടെ നീക്കങ്ങൾ. പണ്ടൊക്കെ ഗാനമേളയ്ക്കിടയിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മരണവീടുകളിലും ഇതാണോ അവസ്ഥയെന്നും മീഡിയക്കാർക്കായി പ്രത്യേകം ഒരിടം നിയന്ത്രിച്ചു കൊടുക്കണമെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.